ലെറ്റ് us talk മാർക്കറ്റിംഗ്. വേൾഡ് തന്നെ വൺ ഓഫ് ദ ലീഡിംഗ് കോഫി ബ്രാൻഡാണ് നെസ്കഫെ. ആരുടെയാണ് ബേസിക്കലി നെസ്കഫെ? നെസ്ലയുടെയാണ് അല്ലേ. അവർ വൺസ് അവരുടെ പ്രൊഡക്റ്റ് ജാപ്പനീസ് മാർക്കറ്റിലേക്ക് ഇറക്കുന്ന സമയത്ത് അവിടെ പലതരത്തിലുള്ള ബാരിയേഴ്സ് അവർ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ ബാരിയർ എന്ന് പറയുന്നത് ബേസിക്കലി ജാപ്പനീസ് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് ഒരു ടീ കൺസ്യൂമേഴ്സാണ്. ചെറുപ്പം മുതൽ, അതിപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും ചെറുപ്പം മുതൽ ചായയുടെ സ്വാദ് എന്താ, അതിൻ്റെ സ്മെല്ല് എന്താന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്നവരാണ് അല്ലേ. അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് പെട്ടെന്ന് ഈ കോഫി എന്ന് പറഞ്ഞൊരു സാധനം ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, അവരെ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് അവരെന്താ ചെയ്തത്? നിങ്ങളാണെങ്കിൽ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിലാണ്, നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യം നിങ്ങൾ ചിലപ്പോൾ സാഷേസ് ഇറക്കും അല്ലേ. ഇന്നത്തെ കാലത്ത് എല്ലാ സ്ഥലത്തും ഓരോ പ്രൊഡക്ട്സിൻ്റെ സാഷേസ്, ഫ്രീ ട്രയൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ അവരും സാഷേസ് ഇറക്കി, പക്ഷെ അത് സക്സസ്ഫുൾ ആയില്ല. പിന്നീട് അവർ ചെയ്തത് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ഐഡിയ ആണ്. നിങ്ങൾക്ക് ഇവിടെ കോപ്പിക്കോ അവൈലബിൾ ആണ് അല്ലേ, കോഫി ടോഫീസ്. അതേപോലെ തന്നെ അവർ ഈ നെസ്കഫെ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പേരിൽ കുറേയധികം കോഫി ടോഫീസ് ഇറക്കി. ഈ കോഫി ടോഫീസിൻ്റെ പ്രത്യേകത ചെറുപ്പം മുതൽ വലിയ മുതിർന്ന ആൾക്കാർ വരെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ചോക്ലേറ്റ്, അല്ലെങ്കിൽ ചോക്ലേറ്റ് അല്ല ബേസിക്കലി കോഫി ടോഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും? മാക്സിമം അത് പോയിട്ട് വാങ്ങും. അതിലൂടെ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു അവെയർനെസ് അവരുടെ മനസ്സിലേക്ക് എത്തും. അങ്ങനെയാണ് ബേസിക്കലി അവരെന്ത് ചെയ്തത്? ഈ ഒരു കോഫി എന്ന് പറഞ്ഞൊരു സാധനം ജാപ്പനീസ് കൺസ്യൂമേഴ്സിൻ്റെ മനസ്സിലേക്ക് എത്തിച്ചത്. അതാണ് അവരെ സക്സസ്ഫുൾ ആക്കിയത്.